ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു tastyano വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളിയായ ചീസി ഫ്ലേവറുള്ള പൊട്ടാറ്റോ ക്യാരറ്റും കൂടി യൂസ് ചെയ്തിട്ടുള്ള ചീസ് ബോൾസാണ്. ഒരു അടിപൊളി സ്നാക്ക് ആയിട്ടാട്ടോ. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഇവിടെ ഞാൻ 4 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. 4 പൊട്ടാറ്റോ പകുതിയൊക്കെ ആയിട്ട് മുറിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ കുറച്ച് നമുക്ക് മല്ലിയില വേണം, അതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റ് വേണം, ഒരു ചെറിയ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ ഒരു പച്ചമുളക് വേണം. പിന്നെ അതിലേക്ക് കുറച്ച് ചീസും വേണം. ചീസ് നല്ല ക്യൂബ്സായിട്ട് ഞാൻ മുറിച്ചെടുത്തതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. കുറച്ച് പെപ്പർ പൗഡർ വേണം കേട്ടോ. പിന്നെ അതെനിക്കിവിടെ കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പൊട്ടാറ്റോസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് പൊട്ടാറ്റോസിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിക്കണേ. ഒരു 1 ടീസ്പൂൺ കേട്ടോ പെപ്പർ പൗഡർ ആഡ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. 4 വിസലിൽ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത പൊട്ടാറ്റോസ് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് മാഷ് ചെയ്യും. ഞാൻ ഡ്രെയിനറിലേക്ക് ഇട്ടിട്ട് തന്നെ കേട്ടോ മാഷ് ചെയ്യുന്നത്. അപ്പം അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് ഒരു നല്ലൊരു പാകത്തിനായിട്ടുള്ള പൊട്ടാറ്റോസ് കിട്ടും. കണ്ടോ, നല്ല പാകത്തിനായിട്ടുള്ള പൊട്ടാറ്റോസ് നമുക്ക് കിട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ് ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലാണ് ആഡ് ചെയ്യേണ്ടത്. പച്ചമുളക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യമായി ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ, സ്പൈസി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ചും കൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കിത് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിലേക്ക് മൊസറല്ല ചീസാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 2 കയ്യിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബോൾസാക്കി എടുക്കണം. എന്നിട്ട് ബോൾസാക്കി എടുത്തിട്ട് ചെറിയൊരു ബോൾസാക്കുക. എന്നിട്ട് അതിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കുക. ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിലാട്ടോ. എന്നിട്ട് അതിൽ ചീസ് വെക്കുക. ചീസ് വെച്ചിട്ട് അതൊന്ന് മൂടിയെടുക്കുക. കണ്ടോ? എന്നിട്ട് വീണ്ടും ബോൾസാക്കി എടുക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ചീസ് മാത്രം വേണമെന്നുള്ളൂ. അതും ഒരുവിധം എല്ലാ വീട്ടിലുണ്ടാവും. കണ്ടോ, ബോളായി. അപ്പം അങ്ങനെ നമുക്ക് എല്ലാം ബോൾസാക്കി എടുക്കണം. ഓരോ ചീസ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ അടുത്ത 2 കൂടി ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഇതാ ഒരു ബോൾ എടുത്ത് അതിലേക്ക് ചീസ് വെച്ച് കുഴിയാക്കിയിട്ട് ചീസ് വെക്കുകയാണ്. ചീസ് വെച്ച് വീണ്ടും നല്ലോണം മൂടിയിട്ട് നന്നായിട്ട് ബോൾസാക്കി എടുത്ത്. അപ്പോൾ നമ്മുടെ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്യണം. ഞാനിവിടെ ഒരു മുട്ട എടുത്തത്. ആദ്യം മുട്ടയിൽ മുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. സാധാരണ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു മുട്ടൻ്റെ വൈറ്റ് ആട്ടോ എടുത്ത്, എഗ് യോക്ക് എടുത്തിട്ടില്ല, വൈറ്റ് ആട്ടോ എടുത്തത്. വൈറ്റ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഓരോ ചീസ് ബോൾസ് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസിലിട്ടിട്ട് കവർ ചെയ്തെടുക്കുക. കണ്ടോ? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുട്ടയിൽ മുക്കിയ അതേ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഫുള്ള് ബ്രെഡ് ക്രംസ് പറ്റി പിടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ബോൾസ് റെഡി ആവില്ല കേട്ടോ. ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്, നല്ലൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. വളരെ എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കാൻ.
നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ മൊസറല്ല ചീസ് വേണമെങ്കിൽ ചേർക്കാമെന്ന്. അപ്പം മൊസറല്ല ചീസ് ചേർക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എനിക്കറിയില്ല, ഞാനത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കൽ. അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കൽ. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കോൺഫ്ലവറോ അരിപ്പൊടിയോ അത് രണ്ടും കൂടി ചേർക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കേട്ടത് അങ്ങനെയാണ്. എനിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചീസ് ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കടായി വെക്കാൻ പോവാണ്. ഇതാ കടായി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലും കൂടി വെച്ചിട്ടുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ ആട്ടോ ചെയ്യേണ്ടത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് ചീസ് ബോൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓരോ ചീസ് ബോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, പൊട്ടി തെറിക്കൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമായിട്ട് വെക്കണം. ഹൈ ഫ്ലെയിം ആയാൽ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിം ആയാൽ എണ്ണ ഇതിൻ്റെ മുകളിൽ പിടിച്ചെടുക്കും. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഓരോ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയി കഴിയുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഇതാ ബ്രൗൺ ആയപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചീസ് ബോൾ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതാ ഞാനിങ്ങനെ മെല്ലെ കോരിയെടുക്കുകയാണ്. നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണ്ടിട്ടത് കോരിയെടുക്കാൻ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചീസ് ബോളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചീസ് ബോൾ ഇതാ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റാർട്ടറും കൂടി ആട്ടോ ഇത്. അപ്പം നമ്മുടെ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതവിടെ നമ്മുടെ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചീസ് ബോൾ തിന്നാനായിട്ട്. ഞാൻ ഇഫ്താറിന് ഉണ്ടാക്കിയതാണ്, പക്ഷെ അവർക്കൊന്നും അതിനുള്ള സമയമില്ല. അവർക്ക് ഭയങ്കര തിരക്കാട്ടോ ഇത് തിന്നാൻ. ഇതാ കണ്ടോ, അടിപൊളിയാണ്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.